ജില്ലയിൽ കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപകമായി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ വൈറസ് രോഗങ്ങളുടെ വ്യാപനം പരിശോധിക്കുന്നതിനും തടയുന്നതിനും ആരോഗ്യവകുപ്പ് പ്രത്യേക നിരീക്ഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുണ്ടിനീരിന്റെ ലക്ഷണം, പ്രതിരോധ മാർഗം, ശുചിത്വം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സൗജന്യ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജില്ലയിൽ കുട്ടികൾക്കിടയിൽ മുണ്ടിനീര് വ്യാപകമായി പടർന്നുപിടിക്കുന്ന സാഹചര്യത്തിൽ വൈറസ് രോഗങ്ങളുടെ വ്യാപനം പരിശോധിക്കുന്നതിനും തടയുന്നതിനും ആരോഗ്യവകുപ്പ് പ്രത്യേക നിരീക്ഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് കെ.സി. വേണുഗോപാൽ എം.പി ആരോഗ്യമന്ത്രി വീണ ജോർജിനോട് ആവശ്യപ്പെട്ടു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി മന്ത്രിക്ക് കത്ത് നൽകിയതായും കെ.സി. വേണുഗോപാൽ അറിയിച്ചു. മുണ്ടിനീരിന്റെ ലക്ഷണം, പ്രതിരോധ മാർഗം, ശുചിത്വം എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും സൗജന്യ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കുകയും ചെയ്യണമെന്നും എം.പി ആവശ്യപ്പെട്ടു. സാർവത്രിക വാക്സിനേഷൻ പട്ടികയിൽ മുണ്ടിനീര് വാക്സിൻ ഇല്ലാത്തതാണ് രോഗവ്യാപനത്തിന് കാരണമെന്ന് എം.പി പറഞ്ഞു. മുൻപ് രോഗവ്യാപനം കൂടിയപ്പോൾ സംസ്ഥാനം മീസിൽസ് വാക്സിനൊപ്പം മുണ്ടിനീര് വാക്സിനും നൽകിയിരുന്നു. എന്നാൽ കേന്ദ്രം മീസിൽസ് വാക്സിനൊപ്പം റുബെല്ല വാക്സിൻ ചേർത്ത് MR വാക്സിൻ നൽകിയതോടെ അത് നിലയ്ക്കുകയായിരുന്നു. മുണ്ടിനീര് വ്യാപകമായതോടെ MR വാക്സിന് പകരം MMR വാക്സിൻ നൽകണമെന്നാണ് ഡോക്ടർമാർ നിലവിൽ ആവശ്യപ്പെടുന്നത്. ഇതിനാവശ്യമായ നടപടി സർക്കാർ സ്വീകരിക്കണമെന്നും കെ.സി. വേണുഗോപാൽ എം.പി പറഞ്ഞു. സ്കൂളുകളിൽ ശുചിത്വ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിച്ച് അടിയന്തര നടപടികൾ സ്വീകരിക്കണം. രോഗവ്യാപനം കുട്ടികളിൽ തീവ്രമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദത്തിനും കാരണമാകുന്നുണ്ടോ എന്നതും പരിശോധിക്കണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. CDNet ന്യൂസ് കായംകുളം.